വയനാട് ജില്ലയിലുണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിൽ നിന്നോ നാം ആരും മുക്തി നേടിയിട്ടില്ല. 300ഓളം മനുഷ്യ ജീവനുകളാണ് ഈ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായി മരണപ്പെട്ടുപോയത്. 200ഓളം ആളുകളെ ഇനിയും കണ്ടെത്താനിരിക്കുന്നു. പുഞ്ചിരിമട്ടം എന്ന മലയിടുക്കിൽ നിന്നും ഉരുൾപൊട്ടിയത് 5 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയും മുണ്ടക്കയും എന്ന് പറയുന്ന സ്ഥലമാകെ വെള്ളത്തിനാൽ മുങ്ങുകയും അതിദാരുണമായ സംഭവങ്ങൾ നാം കണ്ടതാണ്, കേട്ടതാണ്. ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്നേക്ക് 4-ാം ദിവസം എത്തുമ്പോഴും 4 സോണുകളായി തിരിഞ്ഞുകൊണ്ട് 40 ടീമുകളാണ് അത്യന്താധുനിക സംവിധാനങ്ങളോടെ തിരച്ചിൽ നടത്തുന്നത്. പോലീസും പട്ടാളവും സേനയും നീന്തൽ വിദഗ്ധരും പോലീസ് നായകളും ഹെലികോപ്റ്ററുകളും ഡൽഹിയിൽ നിന്ന് പ്രത്യേകമായി കൊണ്ടുവന്ന ഡ്രോൺ ബീസ് റഡാറുകളും എല്ലാ സംവിധാനത്തോടെയുമുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. മണ്ണിന്റെ അടിയിൽ ഇനി മയ്യത്തുകൾ ബാക്കിയുണ്ടോ എന്നറിയാൻ അല്ലാഹു ജല്ല ജലാലുഹു ആ മരണപ്പെട്ട് മണ്ണിനടിയിലായി പോയ മയ്യത്തുകൾ അവിടെ കുടുംബങ്ങൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ. അല്ലാഹു മരണപ്പെട്ടു പോയവർക്ക് വീരശഹാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറ്റവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത ബന്ധുക്കളാൽ മനുഷ്യ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുകയാണ്. അല്ലാഹു എളുപ്പമാക്കട്ടെ. 50 കിലോമീറ്റർ അകലെ വരെ ഒഴുകി മാറുന്ന മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിലേക്കാണ് ഈ മയ്യത്തുകൾ അധികവും ചെന്നുപോയി. എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കുന്നു? അതാണെന്ന് വിഷയം. എന്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ, പ്രത്യേകിച്ച് ഈ വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും? അതിന് 2 വശമുണ്ട്, ഭൗതികമായ വശവും ആത്മീയമായ വശവും. ഭൗതികമായ വശത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴും ആത്മീയമായ വശത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴും കുറ്റക്കാർ മനുഷ്യരായ നമ്മൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശൂറായിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വമാ അസാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. വമാ അസാബകും മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന എല്ലാ മുസീബത്തുകളും, നിങ്ങളെ പിടികൂടുന്ന എല്ലാ പരീക്ഷണങ്ങളും, എല്ലാ വിപത്തുകളും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് മാത്രമാകുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ്. ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, മുസീബത്തുകൾ, പരീക്ഷണങ്ങൾ അടിക്കടിയായി ഒന്നിനു പിറകെ ഒന്നായി ഉണ്ടാകുന്നു. കാരണം 2ആണ്. അത് ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും നമ്മൾ പരിശോധിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ അസാബകും മിൻ മുസീബ, നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന എല്ലാ മുസീബത്തുകളും, എല്ലാ വിപത്തുകളും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ പരിണിത ഫലമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണോ ഈ ദുരിതങ്ങളും ഈ ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുന്നത്? പുത്തുമല ദുരന്തം എന്ന് പറയപ്പെടുന്ന 2019 ആ വലിയ ദുരന്തം, ഉരുൾപൊട്ടലിൽ 20ഓളം ആളുകൾ അന്ന് മരിച്ചു. ഇന്ന് ഉരുൾപൊട്ടിയ അല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കുന്ന മുണ്ടക്കയിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ പുത്തുമലയ്ക്ക്. അന്ന് ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ
അടിക്കടി ഉണ്ടാകുന്ന ആ പ്രദേശത്തിലെ ദുരന്തങ്ങൾ, ഉരുൾപൊട്ടലുകൾ പഠിക്കാൻ സെൻട്രൽ കോസ്റ്റൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അതിവിദഗ്ധരായ 2 പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ വരികയുണ്ടായി. ഒന്ന് സുർജിത് ദേശായി, മറ്റൊരാൾ ഏകനാഥ് ബാനു. ഇവർ 2 പേരും നടത്തിയ പഠനം ഇപ്പൊ വൈറലാണ്. സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഈ ചൂരൽ മലയിലും പുത്തുമലയിലും ഈ മുണ്ടക്കയിലുമെല്ലാം അതിദാരുണമായ അടിക്കടി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളുടെ കാര്യകാരണങ്ങളോ അവർ പഠിച്ചു, ഗവേഷണം നടത്തി, ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞത് ആ പ്രദേശത്തുള്ള സ്വകാര്യ പ്ലാന്റേഷനുകൾ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കടുത്ത വനനശീകരണമാണ് ഒരു കാരണം. ആ വനമേഖലകളിൽ, ആ മലയോരത്ത് കടുത്ത വനനശീകരണം, വൃക്ഷങ്ങൾ നശിപ്പിച്ചുകൊണ്ടുള്ള പ്ലാന്റേഷനുകളുടെ, എസ്റ്റേറ്റുകളുടെ വികസനത്തിന്റെ പേരിൽ നടത്തിയ ആ വനനശീകരണമാണ് ഒരു കാരണം. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്: വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ്. ആ വലിയ മരങ്ങൾ വനമേഖലകളിലെ, മലയോരങ്ങളിലെ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോ അതിന്റെ വേരുകൾ അവിടെ നന്നായി അവശേഷിക്കുന്നു. കാലക്രമേണ ആ വേരുകൾ ദ്രവിച്ച് അതൊരു ചെറിയ തുരങ്കമായി മാറുകയാണ്. മഴ പെയ്യുമ്പോൾ വെള്ളം ആ തുരങ്കത്തിലൂടെ ഇറങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുകയാണ്. ആ പ്രദേശത്തിലെ പാറകളെയും മണ്ണിനെയും ഉറപ്പിച്ചു നിർത്തുന്നത് മരങ്ങളാണ്, അല്ലെങ്കിൽ അതിന്റെ വേരുകളാണ്. അത് വെട്ടി നശിപ്പിക്കുന്നതോടുകൂടി വനമേഖലയുടെ, ഭൂമിയുടെ ബാലൻസ് തെറ്റുകയാണ്. ഒന്ന്. മറ്റൊന്നവര് പറഞ്ഞത് കരിങ്കൽ ക്വാറികളുടെ അതിക്രമമാണ്. ആ പ്രദേശത്ത് 20 കിലോമീറ്റർ ചുറ്റളവില് 11 ക്വാറികൾ പ്രവർത്തിക്കുന്നു എന്നാണ്. ക്വാറികൾ, മലകൾ, പാറമലകൾ, പാറമേടുകൾ അത് തകർക്കാനുള്ളതല്ല, അത് നിലനിർത്താനുള്ളതാ. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരാതെ, ഭൂമിക്ക് ചലനമുണ്ടാകാതെ അല്ലാഹു ജല്ല ജലാലു പിടിച്ചു നിർത്തുവാൻ, ഭൂമിയുടെ ആട്ടത്തെയും സന്തുലിതാവസ്ഥയും നിലനിർത്തുവാൻ അല്ലാഹു ജല്ല ജലാലു ഭൂമിയിൽ പല മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് പാറമലകള്. പാറമലകളുടെ അവസ്ഥ എന്താണ്? ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാറമലകൾ, ക്വാറികൾ പ്രവർത്തിക്കുന്നു. അതോടുകൂടി ഭൂമിയുടെ ബാലൻസുകൾ തെറ്റുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നബഇൽ അല്ലാഹു വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു: അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ. ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമായി വിരിപ്പ് പോലെ ഞാൻ ഇതാക്കി തന്നിരിക്കുകയാണ്. വൽ ജിബാല ഔതാദാ. ആ ഭൂമിയുടെ ആട്ടത്തിനെ, ആ ഭൂമിയുടെ ബാലൻസിനെ നിയന്ത്രിച്ചു നിർത്താൻ വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ, മലകളെ അതിന്റെ മുകളിൽ ആണിയടിച്ചു ഞാൻ വെച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ അല്ലാഹു പറഞ്ഞത്. വൽ ജിബാല ഔതാദാ, പർവ്വതങ്ങളെ ഭൂമിയുടെ ബാലൻസ് തെറ്റാതിരിക്കാൻ ആണികളായി ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നു. ഈ 2 കാരണങ്ങൾ മതിയല്ലോ. കൂടുതൽ നമ്മൾ തിരഞ്ഞു പോകണ്ട. ഈ 2 കാരണങ്ങളും ഭൗതികമായ കാരണങ്ങളാണ്. അല്ലാഹു ജല്ല ജലാലു സൂറത്ത് ശൂറായിൽ പറഞ്ഞതെന്താ? വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങള്, മുസീബത്തുകള്, പരീക്ഷണങ്ങള്, വിപത്തുകള്, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങൾ ദുഷിച്ചു പോയതുകൊണ്ടാണ്. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ്. നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ്. അല്ലാഹു നമ്മുടെ നാടുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ഇതിന്റെ ആത്മീയമായ വശം പരിശോധിക്കാം. ഇത് ഭൗതികമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഉരുൾപൊട്ടൽ, ഭൂമിയുടെ ബാലൻസ് തെറ്റൽ, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഭൗതികമായ കാരണങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് അതിന്റെ ആത്മീയ വശത്തിലേക്ക് പോകാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലു 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് ഒരു വലിയ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. സൂചന, ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് ഗൗരവത്തിൽ എടുക്കാത്തതിന്റെ പേരിലാണ് ഈ വിപത്തുകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. എന്താണ് അള്ളാഹു നൽകുന്ന മുന്നറിയിപ്പ്? സൂറത്ത് നൂറിന്റെ 63-ാമത്തെ ആയത്ത്. فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أَنْ تُصِيبَهُمْ فِتْنَةٌ أَوْ يُصِيبَهُمْ عَذَابٌ أَلِيمٌ. അല്ലാഹു ജല്ല ജലാലുഹു മുന്നറിയിപ്പ് നൽകുകയാണ്. فَلْيَحْذَرِ الَّذِينَ يُخَالِفُونَ عَنْ أَمْرِهِ أي أمر رسول الله. എന്റെ പ്രവാചകരായ അല്ലാഹുവിന്റെ റസൂലിന്റെ, എന്റെ പ്രവാചകരുടെ കൽപ്പനകൾക്ക് എതിരെ പ്രവർത്തിക്കുന്നവരെ സൂക്ഷിച്ചോ. മുന്നറിയിപ്പെന്ന് പറയാ 1400 കൊല്ലം മുമ്പ്. സൂക്ഷിച്ചോ, മുന്നറിയിപ്പ്. الذين يخالفون عن امره اي امر رسول الله. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന കൂട്ടരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളോ. എന്തൊക്കെയാണ് എതിര്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, എതിരുകൾ എന്ന് പറഞ്ഞാൽ ഹുവ സബീലുഹു വമിൻഹാജുഹു വതരീഖത്തുഹു വസുന്നത്തുഹു വശരീഅത്തുഹു. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനിനെതിരാവുക, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച പദ്ധതികളെ പുറന്തള്ളുക, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന സന്മാർഗത്തെ ഉപേക്ഷിച്ചു കളയുക. ഇതൊക്കെയാണ് എതിരാവുക എന്ന് പറഞ്ഞാൽ. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നമ്മൾ പരിശോധിച്ചാൽ മതി ഏതൊക്കെ വിഷയത്തിലാണ് നമ്മുടെ ഖൗമ് എതിരായി പ്രവർത്തിക്കുന്നതെന്ന്. അല്ലാഹു പറയുന്നു, അങ്ങനെ എതിര് പ്രവർത്തിച്ചാൽ അൻതുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നിങ്ങൾക്ക് വലിയ വിപത്ത്, ദുരന്തം നിങ്ങളെ പിടികൂടോ. ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട്, ഈ വയനാട് നടന്ന ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ആ പാവപ്പെട്ട നിരപരാധികളായ ജനങ്ങള് ദോഷികളാണ്, പാപികളാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയൂല. അള്ളാഹു അവർക്ക് മൗഫിറത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. പിന്നെ പരീക്ഷണങ്ങളെന്ന് നമുക്ക് പറയാം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കെതിരെ പ്രവർത്തിക്കുമ്പോ അള്ളാഹു ചില പരീക്ഷണങ്ങൾ പാഠം പഠിക്കാൻ അള്ളാഹു നൽകുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ദുരന്തത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിനെ തന്നെ ആഘോഷമാക്കിയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അത് പറയാതെ പോയിക്കൂടാ. ചില സംഘികള് സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിരുന്നു കൊണ്ട് ഇതൊരാഘോഷമാക്കിയിട്ട് ഇസ്ലാമിനെയും മുസ്ലിമുകളെയും ആക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു. മലപ്പുറത്തും അതുപോലെ ആ പ്രദേശങ്ങളിലൊക്കെ മക്കള് പെറ്റുവരികയത് കൊണ്ടാണ് പ്രകൃതി അവരെ കൊണ്ടുപോയതെന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ജീവൻ മരണ പോരാട്ടത്തിലൂടെ ജാതിയും മതവും നിറവും വർണ്ണവും വർഗവും ഒന്നും നോക്കാതെ കണ്ടിട്ട് അവരുടെ ജീവൻ പണയപ്പെടുത്തി നടത്തുന്ന രക്ഷാപ്രവർത്തകരെ പോലോ ആക്ഷേപിക്കുന്ന സംഘികള് നമ്മുടെ നാട്ടിൽ വിലസുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ആളുകള്, അല്ലെ? ഇനി നമ്മളെ ഇടയിൽ തന്നെ കുറച്ച് ആളുകള് അവരെന്താ പറഞ്ഞത്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മലപ്പുറത്ത് മഅദിൻ. അതോടൊന്ന് ഒലിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അതും ഒരു ആഘോഷമാക്കിയ ആളുകള്. അത് സമുദായത്തിന്റെ അകത്ത് എന്തെങ്കിലും ആശയപരമായ ഉദ്ദേശങ്ങളോ അഭിപ്രായ പ്രകടനങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കലല്ലേ നല്ലത്. അല്ലാതെ ഇത്തരം ദുരന്തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടിട്ട് സ്ഥാപനങ്ങളെ, ധർമ്മസ്ഥാപനങ്ങളെ, അതുപോലെ തന്നെ മറ്റു ദീനീയായ കലാലയങ്ങളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അത് ഒലിച്ചു പോയില്ലല്ലോ എന്ന് പറയുന്നവർ, ഇവരൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് ഹബീബായ
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുവചനമാണ്. അത് പഠിച്ചാൽ ഇതുപോലൊരു വർത്തമാനം പറയാൻ ഒരാൾക്കും തന്നെ കഴിയൂല. ഒരു നാട്ടിൽ നല്ല ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു നാട്ടിൽ കലാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, ആരാധനാലയങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല. നോക്കൂ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇദാ ലഹറത്തിൽ ഫാഹിശതു അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർള്. ഇദാ ലഹറത്തിൽ ഫാഹിശതു, ഒരു പ്രദേശത്ത് ഫാഹിശത്ത് പ്രകടമായാൽ, ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ മോശം പ്രവർത്തനങ്ങൾ, തെറ്റുകൾ, ഫാഹിഷായ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പുറത്തു പറയാൻ പറ്റാത്ത മോശമായ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വഴി പറ്റാത്ത തരത്തിലെ ഫാഹിഷായ മോശത്തരങ്ങൾ ഒരു നാട്ടിൽ കണ്ടാൽ, വെളിവായാൽ അൻസലല്ലാഹു ബഅസഹു ബിഅഹ്ലിൽ അർള്, ആ നാടിനെ നശിപ്പിച്ചു കളയാ, ആ നാട്ടിനെ ഇല്ലായ്മ ചെയ്തു കളയാ, ആ നാട്ടിൽ ദുരന്തങ്ങൾ ഇറക്കിക്കൊണ്ട് അല്ലാഹു ജല്ല ജലാലു പരീക്ഷിക്കുന്നതാണ്. ഇത് കേട്ടപ്പോ മഹദിയായ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, വഇൻകാന ഫീഹിം സാലിഹൂന, ഒരു നാട്ടിൽ ഫാഹിഷത്ത് പ്രകടമാകുമ്പോ, മോശത്തരം ധാരാളമായി കണ്ടുവരുമ്പോ ആ നാട്ടിനെ അള്ളാഹു ദുരന്തത്തിലാക്കുമെന്ന് തങ്ങൾ പറഞ്ഞല്ലോ. ആ നാട്ടിലുള്ള ആളുകളെ ദുരന്തത്തിലാക്കി പരീക്ഷണാർത്ഥം അള്ളാഹു വിപത്തുകൾ ഇറക്കുമ്പോ അവിടെ നല്ല ആളുകളില്ലേ നബിയെ? നല്ല ആളുകളില്ലയോ? നല്ല വ്യക്തിത്വങ്ങളില്ലയോ? പള്ളികളില്ലയോ? ആരാധനാലയങ്ങളില്ലയോ? ദീനീ സ്ഥാപനങ്ങളില്ലയോ? നല്ല വാർദ്ധക്യമെത്തിയ ഉമ്മമാർ, പിതാക്കന്മാരില്ലയോ? ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചതാണ്. നമ്മൾക്കും ഒരു സംശയമുണ്ടാകും, എന്തേ അള്ളാഹു ഇങ്ങനെ ആ നാട്ടിൽ നല്ലവരില്ലേ, കുട്ടികളില്ലേ, വൃദ്ധരില്ലേ, പള്ളികളില്ലേ, മദ്രസകളില്ലേ? അള്ളാഹു വിപത്തുറക്കുമ്പോ ഇത് അതിലെല്ലാം ഇത് പെട്ടുപോകൂലേ? ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചതാണ്, വഇൻകാന ഫീഹിം സാലിഹൂന, നബിയെ, ആ നാട്ടിൽ നല്ല ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? നല്ല ആളുകൾ ധാരാളമില്ലേ, പിന്നെന്ത് അവിടെയും അല്ലാഹു ദുരന്തത്തെ ഇറക്കുന്നു? ഹബീബായ മുത്തുനബി തങ്ങൾ പ്രിയപ്പെട്ട പ്രിയതമയായ ഉമ്മു സലമ ബിബിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. നഅം യാ ഉമ്മു സലമ, അതേ, നല്ല ആളുകളുണ്ട്, പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, ദീനീ കലാലയങ്ങളുണ്ട്, സദാത്യങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ യുസീബുഹും മാ അസാബന്നാസ്, അല്ലാഹുവിന്റെ നാട്ടിൽ വിപത്തിറക്കുമ്പോൾ, അല്ലാഹുവിന്റെ നാട്ടിൽ ദുരന്തമിറക്കിയാൽ അതിലെല്ലാവരും പെട്ടുപോകുന്നവരാണ്. അതിലെല്ലാവരും പെട്ടുപോകും, നല്ലവരും ചീത്തയാളുകളോ എല്ലാവരും പെട്ടുപോകും. നല്ല ആളുകള് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അവർ പറന്നുപോയും തീരെ ശുഹദാക്കളായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അവർ പരിലസിക്കോ. നല്ല ആളുകൾ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് പറന്നു പോകും. ഉമ്മു സലമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഇത് സംസാരിക്കുമ്പോ ഒരിക്കലും ആ പ്രദേശത്തുകാർ മോശക്കാരായതുകൊണ്ട് അള്ളാഹു ദുരന്തം ഇറക്കിയെന്ന് നമ്മൾ പറയണ്ട. മോശക്കാരല്ല, നല്ല ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ചില കാര്യകാരണങ്ങളോ ചില മോശത്തരങ്ങളോ ഈ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തു പറയാൻ പറ്റാത്ത തരത്തില് വളരെ മ്ലേച്ഛമായ മോശത്തരങ്ങള്. എന്തൊക്കെ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങള്, വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങൾ എന്തൊക്കെയാണ്? പുതിയ മാപ്പിളയും പുതിയ പെണ്ണുമൊക്കെ വരുന്ന രംഗവും കോലവും ഒക്കെ സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു മുസ്ലിം വിവാഹത്തില് നടക്കാൻ പാടില്ലാത്ത ആഭാസങ്ങള്, ആഭാസത്തരങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന് എതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ
നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാ മതി. അള്ളാഹു പരീക്ഷണം ശിക്ഷ എന്ന് പറയണ്ട, അള്ളാഹു ചിന്തിക്കാൻ നന്നാക്കാൻ അള്ളാഹു ചില പരീക്ഷണങ്ങൾ ഇറക്കുന്നു. അള്ളാഹുവേ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീതിയിലെ ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ ദുനിയാ. കിടന്നുറങ്ങിയതോ വയനാട് ജില്ലയിലാണ്, മയ്യത്തായി ചെന്നു വീണതോ 50 കിലോമീറ്ററുകൾ അപ്പുറം ഒഴുകി പോകുന്ന ചാലിയാർ പുഴയിലാണ്. കിടന്നുറങ്ങിയത് വയനാടാണ്, മയ്യത്തുകളോ 50 കിലോമീറ്റർ അകലെ ഒഴുകി മാറുന്ന ചാലിയാർ പുഴയിലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒഴുകിപ്പോയ മയ്യത്തുകള് ജാതി നോക്കാതെ, മതം നോക്കാതെ, നിറം നോക്കാതെ, വർണ്ണം നോക്കാതെ ആ മയ്യത്തുകള് തോളിലേറ്റി കൊണ്ടുവന്നവര് ഏത് ജാതിയിൽപ്പെട്ടവരാണെന്ന് നോക്കിയില്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നോക്കിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട്, ചാനലുകളിൽ ഇരുന്നു കൊണ്ട് വർഗീയ വിഷം തുപ്പുന്നവര്, ഈ സന്നദ്ധ പ്രവർത്തനങ്ങള്, അത് SYS-ന്റേതായാലും SKSS-ന്റേതായാലും അത് DYFI-യുടേതായാലും അത് മറ്റു സന്നദ്ധ സംഘടനകളുടെ പേരിൽ ആയാലും എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയം തന്നെയാണ്. കച്ചിക്ക് പോലെ ഒന്നിനെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കാണാനുണ്ടോ നമുക്ക്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ മോശത്തരം പറയുമ്പോ കച്ചിക്ക് പച്ചയ്ക്ക് ഒന്നിനെ എടുക്കാൻ പോലും ആ കൂട്ടത്തിലില്ല. അവരാണ് ഈ പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകരെ നോക്കി ആക്ഷേപിക്കുന്നത്. ദുനിയാവ് അഹങ്കരിക്കാനുള്ളതല്ല. നമ്മൾ ചിന്തിക്കും ഞങ്ങൾ മലയോര പ്രദേശത്തല്ല, സുന്ദരമായ ഭൂപ്രകൃതിയുള്ള നാട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, അതുകൊണ്ട് ഉരുൾപെട്ടാൻ സാധ്യതയില്ല. അതിശക്തമായ മഴ പെയ്തിട്ടോ ഇത്തിക്കര ആണെന്ന് കവിഞ്ഞൊഴുകിയാൽ തീരാനുള്ളതേ ഉള്ളൂ സഹോദരാ. ഇനി അതുമല്ല, എത്രയോ നാടുകൾ അല്ലാഹു ഭൂമി കുലുക്കിയിട്ട ഭൂമിക്കടിയിൽ അല്ലാഹു ആക്കി കളഞ്ഞു. ഒന്ന് നേരം വെളുക്കുമ്പോഴേക്കും കഥ മാറും സഹോദരാ. വയനാട് എത്ര മനോഹരമായിരുന്നു. ടൂറിസ്റ്റ് സ്പോട്ടുകളാലോ, തേയിലത്തോട്ടങ്ങളാലും കാപ്പിത്തോട്ടങ്ങളാലും, അതുപോലെ തേയിലത്തോട്ടങ്ങൾ കാവൽ നിൽക്കുന്ന ചൂരൽ മല പോലെ എന്നാട് എൻ വീട് വയനാട് എന്ന് ചൊല്ലിപ്പടിച്ച കലാലയങ്ങൾ ഇന്ന് മണ്ണിനടിയിലാണ്. ചില ആളുകളൊക്കെ അല്ലാണ് അതിജീവിച്ചു, രക്ഷപ്പെട്ടു. ചിലരോ ചെളിയിൽ പൂണ്ട് മയ്യത്തായി പോയി. ചിലരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമായി ചാലിയാർ പുഴയിൽ ചെന്നടിഞ്ഞു. അല്ലാഹുവർക്ക് സമാധാനം നൽകട്ടെ. അല്ലാഹു ജല്ല ജലാലു മരണപ്പെട്ടു പോയവർക്ക് മുഴുവനും അല്ലാഹു ധീര ഷഹീദിന്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുള്ളൂ മനുഷ്യ ജീവിതം. ഇവിടെ നല്ലോണം കിടന്നുറങ്ങും, പക്ഷേ നാളത്തെ പ്രഭാതത്തിൽ എവിടെയാണ്, എന്ത് ദുരന്തമാണ് നമ്മൾ നേരിടുക എന്ന് പറയാൻ പറ്റൂല. അല്ലാഹു സലാമത്ത് നൽകട്ടെ. അല്ലാഹുവിന്റെ ഖദറിൽ, അല്ലാഹുവിന്റെ തഖ്ദീറിൽ നമ്മൾ പൂർണ്ണമായി വിശ്വാസമുള്ളവരാകണം. അല്ലാഹുവിന്റെ ഖദർ കണ്ടവരില്ല, അല്ലാഹുവിന്റെ വിധി, അല്ലാഹുവിന്റെ തഖ്ദീർ അറിഞ്ഞവരില്ല. ബഹുമാനപ്പെട്ട സയ്യിദനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖദറു സിർറുൻ മിൻ അസ്റാരില്ലാഹി ഫലാ തക്ഷിഫുഹു. ഖദർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഖദർ, അല്ലാഹുവിന്റെ തീരുമാനം. അത് കണ്ടവരില്ല, അറിഞ്ഞവരില്ല, കേട്ടവരില്ല. അത് സിർറുൻ മിൻ അസ്റാരില്ലാഹ്, അല്ലാഹുവിന്റെ രഹസ്യങ്ങളിൽ നിന്നും വലിയൊരു രഹസ്യമാണത്. ഫലാ തക്ഷിഫുഹു, അത് അല്ലാഹു വെളിവാക്കൂല. എപ്പോ, എവിടെ, എങ്ങനെ, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ കർണാടകയിലെ ശിരൂര് പാവപ്പെട്ട അർജുൻ എന്നൊരു സഹോദരൻ മണ്ണിനടിയിലായി പോയിട്ട് മാസം 1 പോകുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ഇത്രയോളം വികാസം പ്രാപിച്ചു അല്ലേ? മീറ്റർ ഗേജിൽ നിന്നും മെട്രോയിലെത്തി, നമ്മള് കാളവണ്ടി യുഗത്തിൽ നിന്നോ ലക്ഷറി വാഹനങ്ങളിൽ നമ്മൾ കയറി, ചന്ദ്രനിൽ മനുഷ്യനെത്തി, ചൊവ്വയിലെത്തി അല്ലേ? പക്ഷേ ഒരു മയ്യത്ത് ഭൂമിക്കടിയിലായിട്ട് അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഈ ആധുനിക സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ എന്താണ് മനുഷ്യ? അല്ലാഹുവിന്റെ ഖുർആൻ
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞുടാ, നീ അഹങ്കരിക്കണ്ട. നീ എത്ര വലിയ ആധുനിക സംവിധാനങ്ങളോട് നീ ലോകത്ത് ജീവിച്ചാലും എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് നീ അഹങ്കരിച്ചാലും നിന്നെ ഞാൻ വളരെ ബലഹീനനായി ദുർബലനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. നീ അഹങ്കരിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു അർജുനൻ എന്ന സഹോദരന്റെ ഡെഡ് ബോഡിയും അള്ളാഹു കണ്ടെത്തിച്ചു കൊടുക്കട്ടെ. അർജുനനും ഇല്ലേ ഒരമ്മ, അർജുനനുമില്ലേ ഒരച്ഛൻ, അർജുനനുമില്ലേ ഒരു പെണ്ണ്, ഒരു ഭാര്യ, ഒരു മകൻ. നമുക്ക് ജാതിയോ മതമോ ഒന്നും ഇത്തരം ദുരന്തങ്ങളെ മുമ്പിൽ തടസ്സമാകാൻ പാടില്ല. ദുരന്തമുഖത്തു നിന്നും പച്ചയായി വർഗീയത പുലമ്പുന്നവന്മാർ നിയമമില്ല. ഇവിടെ യവന്മാരെയൊന്നും പിടിച്ച് ചങ്ങലക്കിടാൻ ചിന്തിച്ചു പോവുകയാണ്. അള്ളാഹു നമ്മുടെ നാട്ടിൽ സമാധാനം നൽകട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിൽ സമാധാനം നൽകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 300ഓളം ആളുകൾ ഇതുവരെ ഔദ്യോഗിക കണക്ക്, അല്ലാത്ത കണക്ക് എത്രയാകും അല്ലെ? ആ കിട്ടിയ മയ്യത്തുകൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് മയ്യത്ത് നിസ്കരിക്കണം. കേരളം കണ്ടതിൽ വെച്ച്, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് എന്നാകുന്നത്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മളെ നാടുകളെ അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമ്മളെ നാടുകളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, എത്ര സന്തോഷത്തോടുകൂടി, എത്ര റാഹത്തോടെ കിടന്നുറങ്ങിയവർ, ഫോണിലൂടെ പരസ്പരം സംസാരിച്ചവർ അല്ലേ? രാവിലെ എവിടെയാണ് അവരൊക്കെ? അവരുടെ വീടുകൾ എവിടെയാണ്? അവരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ എവിടെയാണ്? മണ്ണിനടിയിലാണ്. ഇന്ന് വയനാടാണെങ്കിൽ നാളെ കൊല്ലത്തും ഇത് സംഭവിക്കുന്നതിന് അള്ളാഹുവിന് തടസ്സമൊന്നുമില്ല കേട്ടോ. ദുആ ചെയ്യുക റബ്ബിനോട് എപ്പോഴും, ഏതു സമയവും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.